8ാമത്തെ ശ്ലോകത്തിൽ ക്ഷുത്രിധൃതാതുഭിരിമാമുഹുരദ്യമാന ശീതോഷ്ണവാതവരിഷൈരിതരേതരാശ്ച കാമാഗ്നിനച്യുതരുഷാ ച സുദുർഭരേണ സംപശ്യതോ മന ഉരുക്രമ സീതതേ മേ. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഭവിഷ്യത് കാലത്തിനെ പറ്റിയാണ് പറയണത്. അപ്പോൾ ഞാനിങ്ങനെ കുറേ സൃഷ്ടിയൊക്കെ നടത്തി കുറേ കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നൊരിത് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ അത് വലിയൊരു കഷ്ടമായിരിക്കും. അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ മനപ്രയാസമുണ്ട് എന്നുള്ളത് ഭഗവാനെ ഒന്നും കൂടിയും പറയുകയാണ് ചെയ്യണത്. ഭഗവാനെ വിളിച്ചത് ഉരുക്രമാണ്. ഉരുക്രമൻ എന്ന് പറഞ്ഞാൽ പരാക്രമിയായിട്ടുള്ള ആൾ എന്ന് വെച്ചാൽ തൻ്റെ പൗരുഷം കൊണ്ട് എന്തും നേടാൻ സാധിക്കുന്ന ആൾ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആൾക്കാരുടെ അവസ്ഥയാണ് പറയണേ. എന്താ പറഞ്ഞേക്കണേന്നൊന്ന് നോക്കുക. ക്ഷുത്ത് തൃട്ട് ത്രിധാതുഭിഹി ശീതോഷ്ണ വാതവർഷൈഹി ഇതരേതരാത് കാമാഗ്നിന ദുർഭരേണ അച്യുതരുഷ. എത്ര ലിസ്റ്റിലുള്ളതെന്നറിയോ? ഓരോന്നും നോക്കാം നമുക്ക്. ക്ഷുത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പ്, തൃട്ടെന്ന് പറഞ്ഞാൽ ദാഹം, ത്രിധാതുഭിഹി 3 ധാതുക്കൾ. ആയുർവേദം പഠിച്ചവർക്ക് അറിയാം, വാതം പിത്തം കഫം. അത് ആ 3 ധാതുക്കൾ. ശീത തണുപ്പ്, ഉഷ്ണം ചൂട്, വാതം എന്ന് പറഞ്ഞാൽ കാറ്റ്, വർഷം എന്ന് പറഞ്ഞാൽ മഴ, പിന്നെ ഇതരേതരാത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള കാമാഗ്നിന കാമത്തീയ്, ആഗ്രഹങ്ങളുടെ അഗ്നി. ആഗ്രഹത്തിനെ അഗ്നിയോടാണ് ഉപയോഗിച്ചേക്കുന്നത്. അഗ്നി പടരാൻ തുടങ്ങി പിടിച്ചാൽ കിട്ടില്ലല്ലോ. അതുപോലെ സുദുർഭരേണ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത എന്ത് അച്യുതരുഷ, ഒരു കുറവും സംഭവിക്കാത്ത കോപം. ഇരുട്ടെന്ന് പറഞ്ഞാൽ ദേഷ്യം, ക്രോധമാണ് കോപം. പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെയല്ലേ ചിലരങ്ങടെ 1-2 പറഞ്ഞ് അങ്ങോട്ട് കത്തിക്കാളി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടുമോ? അതാണ് അച്യുതരുഷ എന്ന് പറഞ്ഞ്. അങ്ങനെ ഒക്കെ അർദ്യമാന പീഡിതരായിട്ട് കഴിയാണ് ചെയ്യുന്നത് ആൾക്കാർ. കാരണം ഭഗവത് ചിന്ത തീരെ ഇല്ല. ചിന്ത മുഴുവൻ ഈ പറഞ്ഞ കാര്യങ്ങളില്ല. അപ്പോൾ ഇതിലൊക്കെ അവർ ഇടപഴകിയിട്ട് ഇത്തരക്കാരായിട്ട് മാറുന്നതായിട്ട് കണ്ടിട്ട് മേ മനഃ സംപശ്യതഃ എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കണ മേ മനഃ എൻ്റെ മനസ്സ്. ഇതൊക്കെ ഇങ്ങനെ കാണുകയാണേ. ഞാൻ വരാൻ പോണ കാര്യം ഇങ്ങനെ കാണുകയാണ്. കണ്ടു കഴിഞ്ഞിട്ട് മേ മനഃ സീതതേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തളരണം. എൻ്റെ മനസ്സിൻ്റെ ഉറപ്പൊക്കെ പോകണം. എനിക്ക് ആകെ വിഷമമായിട്ട്. അങ്ങനെയല്ലേ നമുക്ക് മനോവിഷമമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മൂഡ് പോകാന്ന് പറയില്ലേ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിഷമമായി. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരണമല്ലോ എന്ന് പറയുകയാണ് ചെയ്യണത്. അപ്പോൾ അതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വരാൻ പോകുന്ന ഒരു ദുരന്തം അന്ന് ഋഷി കണ്ടു. ഋഷി കണ്ടിട്ട് ഈ ബ്രഹ്മാവിനെ കൊണ്ട് പറയിപ്പിച്ചു. പക്ഷെ ഇന്നോ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ കൺമുമ്പിൽ. ഇതാണ് സത്യം. അപ്പോൾ ഇവിടെ എല്ലാം സൂചന നൽകുന്നത് എന്താണ്? ഈ അധ്യാത്മ പഠനത്തിൻ്റെ പോരായ്മ, ഇത്തരത്തിലുള്ള ചിന്തകളുടെ പോരായ്മ, ഭക്തിയുടെ പോരായ്മ. അപ്പം നമ്മുടെ സമൂഹത്തിനെ അത് വല്ലാതെ കാർന്ന് തിന്നുന്നതിന് മുമ്പ് ഭൂമാനന്ദ സ്വാമിജി ഇപ്പോൾ ചെയ്യുന്ന പോലെയുള്ള ഇത്തരത്തിലുള്ള സത്സംഗങ്ങളൊക്കെ ഇവിടെ നടത്തുക, അതിൽ ഈ സത്രം നടത്തണം, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ അതിലേക്കൊക്കെ കൂടുതൽ ആൾക്കാർ വരാൻ ശ്രമിപ്പിക്കുക. അപ്പം നിങ്ങൾക്കും പരിചയമുള്ള ആൾക്കാരൊക്കെ കൂടുതൽ ഇവിടുത്തെ സത്സംഗങ്ങളിലൊക്കെ വരാൻ പരിശ്രമിക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ ഇനി അടുത്ത ശ്ലോകം 9-ാമത്തെ. യാവത് പൃഥക്ത്വമിദമാത്മന ഇന്ദ്രിയാർത്ഥമായാബലം ഭഗവതോ ജന ഈശ പശ്യേത് താവന്ന സംസൃതിരസൗ പ്രതിസംക്രമേത വ്യർത്ഥാപി ദുഃഖനിവഹം വഹതി ക്രിയാർത്ഥ എന്നാണ് ആ ശ്ലോകത്തിൽ പറയണേ. അവിടെ യാവത് പൃഥക്ത്വം
ഇതം ആത്മന ഇന്ദ്രിയാർത്ഥ മായാബലം. അവിടെ ഭഗവാനെ വിളിക്കുന്നതാണ് ഈശ എന്ന്. ഈശ എന്ന് പറഞ്ഞാൽ ഈ ജഗന്നിയന്താവായിട്ടുള്ള ആളെ എന്നാണ് അവിടെ വിളിച്ചത്. ഭഗവതഃ ഇന്ദ്രിയാർത്ഥ മായാബലം. അപ്പോൾ ഈ മായ ഉണ്ടാക്കുന്നതും ഭഗവാനാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ഒരു സൂചനയാണ് അവിടെ പറഞ്ഞത്. ഈ ഇന്ദ്രിയാർത്ഥ രൂപത്തിലുള്ള ഈ മായ, ആ മായയുടെ ബലം, ആ മായയുടെ ശക്തി, ആ മായയുടെ ശക്തി എന്ത് ചെയ്യണോ? ആത്മനഃ ഇതം പൃഥക്ത്വം ജനഃ. അപ്പോൾ ജനങ്ങളെ അത് ആ മായ കൊണ്ട് എന്താ ഉണ്ടാവുന്നത്? മായ അജ്ഞാനം ഉണ്ടാക്കണം, അവിദ്യ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം? പൃഥക്ത്വം തോന്നുന്നു. നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം ഭഗവാനാണ് ഏകമൂലം എന്ന് പറഞ്ഞു. ആ ഭഗവാനാണെന്നുള്ള ചിന്തയിലേക്ക് ഇവർക്ക് എത്താൻ പറ്റണില്ല ഈ അജ്ഞാനം കൊണ്ടേ. അവർ ഞാൻ വേറെ, നീ വേറെ, എൻ്റെ വീട് വേറെ, നിൻ്റെ വീട് വേറെ, എൻ്റെ കുട്ടികൾ വേറെ, നിൻ്റെ കുട്ടികൾ വേറെ എന്നുള്ള ഒരു ഇത്. അപ്പോൾ ഒരു വിശ്വപ്രേമ ഭാവം ഉണ്ടാവണില്ല. അയൽപക്കത്തെ കുട്ടിയെ, എൻ്റെ കുട്ടിയെ സ്നേഹിക്കുന്ന പോലെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. മായയുടെ ബലാണ്. അതാണ് ഈ പൃഥക്ത്വം എന്ന് പറഞ്ഞത്. പൃഥക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെവ്വേറെ എന്നുള്ളതാണ്. പൃഥക് എന്ന് പറഞ്ഞാൽ വേറെ വേറെ. ഹിന്ദിയിലെ അലഗ് എന്നൊക്കെ പറയില്ലേ, ടീച്ചർക്ക് അറിയാം. പറഞ്ഞതല്ല, ഹിന്ദിയെ പഠിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പറയുന്നതാണ് പൃഥക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. വെവ്വേറെ, സെപ്പറേറ്റ് എന്നുള്ള അർത്ഥം. അപ്പോൾ ഒരു ഐക്യഭാവം ഉണ്ടാവണില്ല. അതുപോലെ തന്നെ നമുക്കൊരു ഏകത ഭാവം ഉണ്ടാവണില്ല. സഹോദരന്മാരാണ് നമ്മളെല്ലാവരും. നമ്മളെല്ലാം ഒരു തമ്പുരാൻ്റെ കീഴാവർ എന്നുള്ളൊരു ഭാവം ഉണ്ടാവണില്ല. വള്ളത്തോളിൻ്റെ ഒരു കവിതയിലുള്ളതാണ്. വള്ളത്തോളിനെ പണ്ടൊക്കെ അയിത്തൊക്കെ ഉള്ള കാലത്തെ തമ്പുരാനെന്ന് വിളിച്ചു. ഇതാ ഒരു അപകടം ഉണ്ടായത്. ഒരു പണിക്കാരനോ ആരോ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ, തമ്പുരാനെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. കാര്യം അവിടെ നിൽക്കട്ടെ, തൻ്റെ തമ്പുരാൻ കൂടി എന്താ എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. ഈ നമ്മളെല്ലാം തമ്പുരാൻ ഇതാണെങ്കിൽ അവൻ പതിച്ച സമ്പുദ്ധി. സാധു മനുഷ്യ നോക്കൂ, ഈ നമ്മളെല്ലാം ഒരു തമ്പുരാൻ്റെ കീഴാളാണ്. ആർക്കിഹ തമ്പുരാന എന്ന് ചോദിച്ചു എന്ന് പറയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഭഗവാന്റെ മക്കളാണ് എന്നുള്ളൊരു ഭാവം ഉണ്ടാവരുത്. ഞാൻ പലതിക്കലും ഇങ്ങനെ ജോലി ചെയ്യാൻ പോയിട്ടുണ്ട്. ബാങ്കിലായിരുന്നു ജോലി. കുറേ മലബാർ ഏരിയയിലാണ് അധികം ജോലി ചെയ്തേക്കണേ. റിമോട്ടായിട്ടുള്ള സ്ഥലത്തൊക്കെ കുറ്റിയാടി റിട്ടയർ ചെയ്ത് കാളിന്നാണ്. അപ്പോൾ അവിടെയൊക്കെ അധികം മുസ്ലിംസാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വന്ന് അപ്പം ഞാൻ അധികം വൈകാണ്ട് അവരുടെ ഭാഷയൊക്കെ പഠിക്കും. ഇത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് തൃശ്ശൂർക്കാർക്ക് അവരുടെ ഭാഷയിൽ സംസാരിക്കാനൊക്കെ എന്നുണ്ടെങ്കിലും. അപ്പോൾ എനിക്ക് ഒരാൾ വന്നിട്ട് എന്നോടൊരു ചോദ്യമാണ്, അല്ല നിങ്ങളൊരു ഹിന്ദു അല്ലേ? എന്ന് പറഞ്ഞു. അല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളൊക്കെ ഇത്ര സ്നേഹിക്കാനും ഇത്ര ഉപകാരം ചെയ്യാനൊക്കെ പറ്റണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മളെല്ലാവരും ഒരു പടച്ചവൻ്റെ മക്കളല്ലേ, നമ്മളെല്ലാവരും നമ്മുടെ വീടും ഒക്കെ ഒരു ദുനിയാവിലല്ലേ എന്ന് അവരുടെ ഭാഷയിൽ പറഞ്ഞപ്പോൾ വലിയ കാര്യം. അപ്പോൾ ആ ഒരു ഭാവം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും ജീവിക്കാം, ഒരു കുഴപ്പമില്ല. നമ്മൾ അതിലേക്ക് എത്തണില്ല. അതാണ് ഇവിടെ ഒരു സങ്കടം പറഞ്ഞത്. അപ്പം അങ്ങനെ ഇവിടെ പറയാണ്, ആ വ്യക്തിഭേദം, ആ പൃഥക്ത്വം എത്ര കാലത്തോളം ഉണ്ടായിരിക്കുമോ അത്രയും കാലം ഈ സംസാരം എന്നൊരു വാക്കുണ്ട് വേദാന്തത്തിൽ പറയും. സംസാരം എന്ന് പറഞ്ഞാൽ ജീവിതമാണ്. ജീവിതം എന്നുള്ളതിൻ്റെ പര്യായമാണ്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ജീവിതം എന്ന് പറയുന്നത് നമ്മളൊരു അനുഭവങ്ങളുടെ പരമ്പരയായിട്ടാണ് ജീവിതം എന്ന് ഒരു നിർവചനം കൊടുക്കാൻ പറ്റുക. സംസാരം എന്ന് പറയുമ്പോൾ അതല്ല, അതിൽ ദുഃഖം നിറഞ്ഞു നിൽക്കണ ഒരനുഭവം ഉണ്ടാവുന്നതാണ് ഈ സംസാരം. അപ്പം ജീവിതം ആവാം, സംസാരമാണ് പാടില്ലാത്തത്. ആ സംസാരം ഒഴിവാവാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കില്ല. ആർക്ക്? ഈ ഒരു പൃഥക് ഭാവം വന്നാൽ എത്രയോ നമ്മൾ ചിന്തിക്കേണ്ട പോലെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നറിയോ. നമ്മളിപ്പോൾ ഒരു അയൽപക്കക്കാർ നമ്മളെ സഹായിക്കണില്ല,
നമ്മൾ ആലോചിക്കില്ല എന്തുകൊണ്ടാണ് സഹായിക്കാത്തത്, അല്ലെങ്കിൽ എന്നോട് വർത്തമാനം പറയാൻ വരുന്നില്ല അയൽവക്കക്കാർ. അത് ഞാനങ്ങനെ ചെയ്യണില്ല. അതുകൊണ്ടാണ് നമ്മളവരെ സ്നേഹിച്ച് നോക്കൂ, അവർ നമ്മളെയും സ്നേഹിക്കും. ഈ ഒരു അനുഭവം നമുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വേറെ വേറെ എന്നുള്ള തോന്നൽ വരുന്നതാണ് നമ്മളെ എന്താ പറയുക, ഹൃദയത്തിൽ മതിൽ കെട്ടുക എന്നൊക്കെ ഒരു പ്രയോഗമില്ലേ, അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വിശ്വപ്രേമത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കാതെ വരുന്നത് എന്ന് പറയണം. അപ്പം അതുകൊണ്ട് അവർ ഈ ദുഃഖ സഞ്ചയത്തെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ എപ്പോഴും അവർക്ക് ദുഃഖവും ദുരിതവും ഉണ്ടാവും. ആരും അവരെ സഹായിക്കാനും ഉണ്ടാവില്ല. ഒക്കെ ഞാൻ എൻ്റെ കാര്യം എന്ന് മാത്രം നോക്കി നടക്കണവർ എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു സന്ദേശം എന്താണ്? നമ്മളൊരു സമാജത്തിലാണ് ജീവിക്കുന്നത്, ഒരു സമൂഹ ജീവിയാണ്. അതുകൊണ്ട് നമുക്ക് ആ സമൂഹത്തിൽ എപ്പോഴും നല്ലൊരു ബന്ധം പുലർത്താൻ സാധിക്കണം. അതിലൊരു വിശ്വപ്രേമത്തിൻ്റെ ഭാവം എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ ഒരു നമുക്ക് ഇത് പറയേണ്ടത്. അപ്പോൾ ഇതിൽ അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുഃഖസഞ്ചയത്തെ ചുമന്ന് നിൽക്കുന്ന പറഞ്ഞ വഹതി എന്നാണ് ഉപയോഗിച്ചത് വാക്ക്. എപ്പോഴും നമ്മളൊരു ചുമട് കൊടുത്തുകൊണ്ട് നടക്കുന്ന പോലെയുള്ള ഒരനുഭവമാണ് നമുക്ക്. ജീവിതഭാരം എന്നൊക്കെ പറയില്ലേ, മറ്റത് ജീവിതഭാരം ഉണ്ടാവില്ല അല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ. ആ ഒരു കാര്യമാണ് അതിൽ പറയണത്. ഇനി 10ാമത്തെ ശ്ലോകം നോക്കുക നമുക്ക്. അന്യാവൃതാർത്ഥകരണ നിശയന നാനാമനോരഥധിയാ ക്ഷണഭഗ്നനിദ്ര ദൈവാഹതാർത്ഥരചനാ ഋഷയോപി ദേവ യുഷ്മത്പ്രസംഗവിമുഖാ ഇഹ സംസരന്തി എന്ന് പറയാണ്. നമ്മളിപ്പോൾ സംസാരത്തിനെ ഇല്ലാണ്ടാക്കണം. ആ സംസാരത്തിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശാസ്ത്രം പഠിച്ചുകൊണ്ട് മാത്രമായില്ല എന്നാണ്. ശാസ്ത്രം പഠിച്ചുകൊണ്ട് മാത്രമായില്ല. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഇതൊക്കെ കേട്ടു, ഇതൊക്കെ പഠിച്ചു, പക്ഷേ നമ്മൾക്കൊരു പരിവർത്തനം വരണം. ആ പരിവർത്തനം വന്നിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റണം, കൊണ്ടുവരാൻ സാധിക്കണം, ആചരിക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഗുണഫലം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ ഭഗവാനെ വിളിക്കുന്നത് ദേവ എന്നാണ്. അത് കഴിഞ്ഞ് എന്താ പറയണേ, ഈ ശാസ്ത്രജ്ഞാനം കൊണ്ട് മാത്രം പറ്റില്ല എന്ന് പറഞ്ഞൊരു ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞേക്കണത് ഋഷിമാരെയാണ് പറഞ്ഞേക്കണേ. ഋഷയോ ബി എന്നാണ് പറഞ്ഞേക്കണേ. ഋഷയഹാബി, ഋഷിമാരെന്ന് പറഞ്ഞാൽ മുനിമാർ. ആ മുനിമാർക്ക് പോലും എന്നാണ് പറഞ്ഞേക്കണേ. ആ മുനിമാർക്ക് പോലും എന്ന് പറയാൻ എന്താ കാരണം? മുനിമാരൊക്കെ ശാസ്ത്രം പഠിച്ചവരാണ്, ജ്ഞാനികളാണ് അവർ. പക്ഷേ അവർക്ക് പോലും ഈ സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. നമ്മുടെ പുരാണങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം, ഋഷിമാരൊക്കെ ഒരുപാട് ദുരിതവും ദുഃഖവും അനുഭവിക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും. അപ്പോൾ അവർ എന്തുകൊണ്ടാണ് യുഷ്മത് പ്രസംഗ വിമുഖാഹ, അതുകൊണ്ടാണ്. ഭഗവാനോട് ഭക്തിയില്ല, പലർക്കും ഭക്തി ഇല്ല എന്ന് മാത്രമല്ല, അവർക്ക് തപസ്സിൻ്റെയും അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെയൊക്കെ ശക്തിയുണ്ട് എന്നുള്ളൊരു അഹങ്കാരമുണ്ട് ആ മുനിമാർക്ക്. അങ്ങനെയുള്ളവർ എന്താണ്, ഏതുപോലെയാണെന്ന് പറയണേ, അന്നി എന്ന് പറഞ്ഞാൽ പകല്, അന്നം എന്ന് പറഞ്ഞാൽ പകലാണ്. ആ പകല് ആവൃതാർത്ഥകരണാഹ, അവർ വളരെയധികം അധ്വാനിച്ച് നല്ലപോലെ ജോലികളൊക്കെ ചെയ്ത് ക്ഷീണിതരാകും. ആർത്തകരണം എന്ന് പറഞ്ഞത് അതാണ്. ക്ഷീണം വന്നു, അത് കഴിഞ്ഞ് രാത്രി എന്ത് ചെയ്യാം, കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ എന്താണ്, അവരങ്ങനെ നിശയാനാഹ, ഉറങ്ങാൻ കിടന്നാലും നാനാ മനോരഥധിയ, രാത്രി ആലോചിക്കുക എന്താണെന്നറിയോ, ഈ മായാബന്ധം ഉള്ളതുകൊണ്ട് നമ്മൾ തന്നെ രാത്രി കിടന്നാൽ ചില ദിവസം ഉറക്കം വരില്ല. ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ മനസ്സ് സ്വസ്ഥത ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ മനസ്സ് സ്വസ്ഥമാണെങ്കിൽ കിടന്നാൽ അപ്പം ഉറങ്ങും, ഒരു സംശയമില്ല. ഉറക്കത്തിന് ഒരു കുറ്റവും പറയാൻ പറ്റില്ല ഉറക്കം ഇല്ലാത്തതിന്. ആ
മനസ്സിലെ മനോരഥങ്ങൾ, നാളെ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെയാണ് ആലോചിക്കണത്. അല്ലെങ്കിൽ കുട്ടി ഇനിയിപ്പോൾ എന്താ ചെയ്യുക, 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പ് പഠിപ്പിക്കണ്ടേ, ഇങ്ങനെയുള്ള ചിന്തകൾ വരികയാണ്. ചിന്തകൾ വന്ന് മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ എന്താ ഉണ്ടാവുക? ക്ഷണഭഗ്ന നിദ്ര, ഉറക്കം വരാണ്ട് ആ നിദ്രയ്ക്ക് ഭംഗം വന്നുകൊണ്ടിരിക്കും. പിന്നെയോ ഈ വിധി ഇങ്ങനെ എന്താ പറയുക, ഒരു ദൈവം ഉള്ള അർത്ഥത്തിന്, വാക്കിൻ്റെ അർത്ഥം വിധി എന്നാണ് കേട്ടോ, ഈശ്വരൻ എന്നല്ല. ദേവനാണ് ഈശ്വരൻ. ദൈവം എന്ന് പറഞ്ഞാൽ വിധി എന്നാണ് അർത്ഥം. നമ്മൾ വിധി എന്ന് പറയണേ, യോഗം എന്നൊക്കെ പറയില്ലേ. അങ്ങനെ അവരുടെ അനുഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു കാര്യം ചെയ്യാനും സാധിക്കില്ല, ഒന്നിനും അവർക്കൊരു യോഗമില്ല, ഭാഗ്യമില്ല എന്നുള്ളൊരു അനുഭവമാണ് അവർക്കുണ്ടാവുക. അത് പറയണത് എന്താണ്? അവനവൻ തന്നെ വരുത്തി കൂട്ടുന്നതാണെന്നാണ്. ഈശ്വര വിചാരവും ഭക്തിയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു അനുഭവം അവർക്കുണ്ടാവില്ല. ജീവിതത്തിൽ എല്ലാവർക്കും സാമാന്യേന ഒരേപോലെയാണ് സംഭവങ്ങൾ ഉണ്ടാവുക. പക്ഷേ അത് നമുക്ക് അനുഭവപ്പെടുന്നത് ഒരു ദുഃഖമോ ദുരിതമോ ആയിട്ടല്ല. അതാണ് ഈശ്വരഭക്തി കൊണ്ടുള്ള ഒരു മേന്മ. ആ ഈശ്വരഭക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും ബാധിക്കില്ല നമ്മളെ. അപ്പോൾ ഒരു നിർബാധത, ഒരു കവചമാണ് ഈശ്വരൻ നമുക്കുണ്ടാക്കി തരിക. ഈ ഭക്തി എന്ന് പറഞ്ഞാൽ അതൊരു കവചമാണ്. അങ്ങനെയാണ് ഇവർ ഇഹാസംസരന്തി, ഈ ലോകത്തിലെ ഈ ലോകയാത്ര തുടരുന്നത് എന്ന് പറയുകയാണ് ചെയ്യണേ. ഇനി 11ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. ത്വം ഭാവയോഗ പരിഭാവിത ഹൃത്സരോജ ആസേ ശ്രുതേക്ഷിതപഥോ നനുനാഥ പുംസം യദ്യദ്ധിയാത ഉരുഗായ വിഭാവയന്തി തതദ്വപുഃ പ്രണയസേ സദനുഗ്രഹായ. അവിടെ ഭഗവാനെ സംബോധന ചെയ്യുന്നത് നാഥ എന്നാണ്. എല്ലാ ശ്ലോകത്തിലുണ്ട് ഒരു സംബോധന. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സംസാരിക്കുമ്പോൾ ഒന്ന് പേരെടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ അല്ലേ ഉണ്ണി എന്ന് ചോദിച്ചാൽ ഒന്ന് ശ്രദ്ധ കൂടുമല്ലോ, അതുപോലെ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഭാവയോഗ പരിഭാവിത സരോജ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ്. ഭാവയോഗം എന്ന് പറഞ്ഞാൽ ഈ ഭക്തി യോഗം തന്നെ, ഭക്തി യോഗം. ആ ഭക്തി കൂടെ പരിഭാവിത ഹൃത്സരോജം എന്ന് പറഞ്ഞാൽ ആ ഹൃദയം ശുദ്ധമാക്കുക. ഭക്തിയുടെ ഒരു വലിയ ഇഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കൂട്ടായിട്ടിരുന്ന് നാമം ജപിക്കണം. അപ്പോൾ നമുക്കറിയില്ല, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ശുദ്ധമായി പോകും. അങ്ങനെ ശുദ്ധമായ ഹൃദയത്തിൽ ശ്രുതേക്ഷിത പഥ, ഭഗവാന്റെ ആ ശ്രുതം എന്ന് പറഞ്ഞാൽ കേൾക്കലാണല്ലോ. ആ കേൾക്കലും ഈക്ഷിതം എന്ന് പറഞ്ഞാൽ കാണലുമാണ്. അപ്പോൾ ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവത് വിഗ്രഹം ദർശിക്കുക, അങ്ങനെയുള്ളതൊക്കെ ചെയ്യൽ. അങ്ങനെ ചെയ്യുമ്പോൾ കൂടിയിട്ട് ആണ് അപ്പോൾ ഭഗവാനെ മനസ്സിൽ തെളിഞ്ഞു വരും നമ്മുടെ. അപ്പോൾ ആ ഭക്തി മാർഗത്തിൻ്റെ ശ്രേഷ്ഠതയാണ് അതിൽ പറഞ്ഞത്. അത് കഴിഞ്ഞ് എന്താണ്? ഭഗവാനെ അത് കഴിഞ്ഞ് നമ്മൾ ഏത് രൂപത്തിൽ ധ്യാനിച്ചാലോ ആ രൂപത്തിൽ ഭഗവാൻ നമുക്ക് ദർശനം തരുകയും ചെയ്യുമെന്ന് പറയാണ്. തേ ധിയാ, ധി എന്ന് പറഞ്ഞ ബുദ്ധി, യദ്യദ്ധിയാത ഉരുഗായ വിഭാവയന്തി. ഏത് രൂപത്തിലാണോ ഭഗവാനെ ഭാവിക്കുന്നത്, ധ്യാനിക്കുന്നത്, ആ രൂപത്തിൽ തത്തദ്വപുഃ പ്രണയസേ സദനുഗ്രഹായ. അങ്ങനെ അതേ ഭാവത്തിൽ തന്നെ ഭഗവാൻ നമുക്ക് ദർശനം തന്ന് നമ്മളെ അനുഗ്രഹിക്കും എന്നാണ് പറയണത്. അപ്പോൾ ഭഗവാന് പ്രത്യേകിച്ച് രൂപമില്ല, നാമമില്ല, ഒന്നുമില്ലെങ്കിലും നമ്മൾ ഏത് രൂപത്തിൽ ആണോ ഭഗവാനെ ധ്യാനിക്കണേ ആ രൂപത്തിലാണ് ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരാൻ വേണ്ടി വരിക എന്നുള്ളതാണ്. ഹൃദ്ദേശത്തിലാണെന്ന് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശ അർജുന തിഷ്ഠതി എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഒരു ഭാവം. അപ്പോൾ ആ രീതിയിലാണ് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ കുടിയിരിക്കുക എന്നുള്ളതാണ് ആ 11ാമത്തെ ശ്ലോകത്തിൽ പറയണേ. 12ാമത്തെ ശ്ലോകത്തിൽ പറയുമ്പോൾ
എനിക്കിഷ്ടപ്പെട്ട 2 ശ്ലോകങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ശ്ലോകം ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ ശ്ലോകം ഇതാ 12. അതിപ്പോൾ സമയം കുറച്ചായതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടം മുഴുവനോട് വിളമ്പണില്ല, സമയമില്ലാത്തതുകൊണ്ട്. എങ്കിലും ആ ശ്ലോകം നമുക്ക് നല്ലോണം നോക്കാം. നാദിപ്രസീദതി തഥോപചിതോപചാരൈരാരാധിത സുരഗണൈ ഹൃദി ബദ്ധകാമൈ യത് സർവഭൂതദയയാ സദലഭ്യൈകോ നാനാജനേഷ്വവഹിത സുഹൃദ് അന്തരാത്മാ. അപ്പോൾ നമുക്ക് അവിടെ പ്രധാനമായിട്ട് ഊന്നിയേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകാറില്ലേ, പ്രാർത്ഥിക്കാറുണ്ട് ഇല്ലേ, അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. സാധാരണ നമ്മൾ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്നപ്പോൾ ഇത്തിരി നാമം ചെല്ലണ പോലെയല്ല, അമ്പലത്തിൽ പോയാൽ ഇത്തിരി അതിൻ്റെ ഭാവം മാറും. എന്താ ഭാവം മാറുക? ഒരു ലിസ്റ്റും കൊണ്ട് നമ്മൾ പോവുക അല്ലേ, ഭഗവാന് നിവേദിക്കാൻ. എന്നിട്ട് ആ ലിസ്റ്റ് മനസ്സിലുണ്ടാവും, അതിങ്ങനെ നോക്കി വായിക്കും. അത് വേണം, ഇത് വേണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നേരേക്ക് തരണം എന്നൊക്കെ പറഞ്ഞൊരു ലിസ്റ്റൊക്കെ കൊടുക്കും ഇല്ലേ. തെറ്റൊന്നുമില്ല കേട്ടോ, അതൊക്കെ ഭക്തിയുടെ ഒരു ഭാഗം തന്നെയാണ്. ഭഗവാൻ തന്നെ അതിന് വിശേഷിപ്പിച്ചേക്കണ ഒരു നീചഭക്തി എന്നൊന്നും പറഞ്ഞല്ലോ, ഒരു പ്രാകൃത ഭക്തി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് റിഫൈൻഡ് അല്ലാത്തൊരു ഭക്തി തന്നെയാണത് എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ അതിന് സകാമ ഭക്തി എന്നാണ് പറയുക. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചു കൊണ്ട് ചെന്ന് പോയി ചോദിക്കണതിന് സകാമ ഭക്തി എന്നാണ് പറയുക. പക്ഷേ ഭഗവാൻ കൂടുതൽ ഇഷ്ടം നിഷ്കാമ ഭക്തിയാണ്. ഭക്തിയെക്കുറിച്ചൊരു ശാസ്ത്രം എഴുതിയതാരാണെന്നറിയോ? ഭക്തിയുടെ ഒരു ശാസ്ത്രം എഴുതിയത് നാരദമുനിയാണ്. നാരദരെ പറ്റി നമ്മളൊക്കെ വളരെ തെറ്റായ ധാരണകളാണ് കൊണ്ടു നടക്കണേ. അതൊന്നുമല്ല നാരദരെന്ന് പറഞ്ഞ ഉത്തമ ഭക്തനാണ്. മാത്രമല്ല മനുഷ്യൻ്റെ മനഃശാസ്ത്രം ഭക്തിയായിട്ട് ബന്ധിപ്പിച്ച് അപഗ്രഥിച്ച് അതിന് ഉചിതമായ രീതിയിൽ ഈ ഭക്തിയെ എങ്ങനെ കൊണ്ടു നടക്കാമെന്നും നമ്മുടെ ബുദ്ധിയും മനസ്സും എങ്ങനെ വികസിപ്പിക്കാമെന്നും അതിൻ്റെ അനന്തമായ കഴിവുകളെ ഈ ഭക്തിയിൽ കൂടി എങ്ങനെ നേടിയെടുക്കാമെന്നും റിസർച്ച് ചെയ്ത ആളാണ്. റിസർച്ച് ചെയ്ത തീസിസ് എഴുതി നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് നാരദ ഭക്തി സൂത്രങ്ങൾ. വാങ്ങിക്കാൻ കിട്ടും, എല്ലാ ദിക്കിലും കിട്ടും. അതിൻ്റെ വ്യാഖ്യാനം പലരും എഴുതിയിട്ടുണ്ട്, അതൊക്കെ കിട്ടും. അതിൽ തുടങ്ങുന്നത് തന്നെ എന്താ അറിയോ? സാത്വസ്മിൻ പരമപ്രേമരൂപ എന്നാണ് പറഞ്ഞേക്കണേ. എന്താണ് ഭക്തി? അതിൻ്റെ ഡെഫിനിഷനാണ് ഭഗവാനോടുള്ള നിരുപാധികമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത് പ്രേമമാണെന്നാണ് പറഞ്ഞത്. ഭഗവാനോടുള്ള പ്രേമം. ഇപ്പോൾ നമ്മുടെ കുട്ടികളോട് നമുക്ക് ഒരു നിരുപാധിക സ്നേഹമാണ് ഉണ്ടാവുക. ചെറുതായിരിക്കുമ്പോൾ, വലുതാകുമ്പോൾ ഒക്കെ കുട്ടികളുടെ ഭാവവും മാറും, അമ്മമാരുടെ ഭാവമൊക്കെ മാറുന്നുണ്ട്. ഇപ്പോൾ പാടില്ലാത്തതാണ്. അവിടെ എന്താണ് ആ ഭഗവാനോട് നിരുപാധികം എന്ന് പറഞ്ഞ് ഒരപേക്ഷയും കൂടാത്ത ഒരു ഭാവം. ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രാധികയുടെ ഭക്തിയെ കുറിച്ച് അത് വിശേഷമായിട്ട് പറയും. ഒരു ഉപാധിയില്ല എന്നുള്ളതാണ്. ഭഗവാൻ എന്താ പറയുക, ഭഗവാൻ ഇഷ്ടം എന്താ ചവിട്ടാനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ചവിട്ടാൻ തോന്നില്ല, പക്ഷേ രാധിക ചവിട്ടും. അപ്പോൾ ആ ഒരു നിരുപാധിക ഭക്തിയാണ്. അതേപോലെയുള്ള ഒരു നിരുപാധിക ഭക്തി ആണ് വേണ്ടതെന്ന് നാരദർ വരെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ നിഷ്കാമ ഭക്തിയാണ് വേണ്ടതെന്നും അതാണ് ഭഗവാൻ കൂടുതൽ സ്വീകരിക്കുക എന്നും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ശ്ലോകമാണിത്. എന്തായാലും പറഞ്ഞേക്കണേന്ന് നോക്കുക. ആദ്യം തന്നെ 4ാമത്തെ വരിയൊന്ന് നോക്കുകയാണ്. ഭഗവാന്റെ കുറേ വിശേഷണങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. 4 വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? നാനാജനേഷു അവഹിത. ഭഗവാൻ അങ്ങനത്തെ ആളാണെന്നാണ് പറയണത്. നാനാജനേഷു എന്ന് പറഞ്ഞാൽ പല ആൾക്കാരിലും, എല്ലാ ആൾക്കാരിലും അവഹിതനാണ്. ഭഗവാനുണ്ട്. എല്ലാവരിലും ഒരേ ഭഗവാനാണ് ഉള്ളത്. ആ ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലും ഒരുപോലെ ഉണ്ട്. പിന്നെ എന്താ പറഞ്ഞേ? സുഹൃത്ത്. ഭഗവാൻ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്താണ്. അത് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഉറ്റമിത്രമാണ് ഭഗവാൻ. അഥവാ ഭഗവാനെ നമ്മൾ ഉറ്റമിത്രമായിട്ട് സ്വീകരിക്കണം, അവരോധിക്കണം. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു അന്തരാത്മാ, അന്തര്യാമിയായിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഒരു
മനസ്സിൽ ചൈതന്യം, ജീവചൈതന്യം, ആത്മചൈതന്യമായിട്ട് കുടികൊള്ളുന്നതാണ് ഭഗവാൻ. എല്ലാവരിലും ഒരുപോലെയാണ്. അതാണ് അന്തരാത്മ ഏകഹ, ഒരൊറ്റ ചൈതന്യമുള്ളൂ. അതിന് വേറൊരു ഭാവമോ രൂപമോ നാമോ ഒന്നുമില്ല. ഭഗവാൻ ഒന്നേ ഉള്ളൂ എന്നുള്ള ആ ഒരു ഭാവം. അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ ഉള്ളിലുള്ള ഭഗവാനും വേറൊരാളുടെ ഉള്ളിലുള്ള ഭഗവാനും വേറെ വേറെയാണെന്ന് പറയാൻ പാടില്ല, പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും തമ്മിൽ ഐക്യം ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഐക്യം ഉണ്ടാവുന്നത്. അപ്പോൾ എന്നാലോ ആ ഭഗവാൻ എങ്ങനെയാണ്? മൂന്നാമത്തെ വരിയുടെ അവസാനത്തെ വാക്കാണ് അസദ് അലഭ്യയാ. അസത്തുക്കൾക്ക് അലഭ്യമായിട്ടുള്ളവനാണ്. അസത്തുക്കളെന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളല്ലാത്തവർ, ദുർജനങ്ങൾക്ക് ഭഗവാനെ കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെയോ സർവഭൂതദയയാ, ആർക്കാണോ എല്ലാ ഭൂതങ്ങളോടും ദയാവായ്പുണ്ടാവുന്നത് ആ ആൾക്കാരിലെ യത് അതിപ്രസീദതി, അവരോട് ഭഗവാൻ ഏത് വിധത്തിലാണോ പ്രസാദിക്കുക, സന്തോഷിക്കുക, അപ്രകാരം തഥാ ഹൃദി, മനസ്സിൽ ബദ്ധകാമൈഹി, ഏതെങ്കിലും ആഗ്രഹം വച്ചിട്ട് ഭഗവാനിൻ്റെ അടുത്തേക്ക് പോകണം. കണ്ടീഷനാണ്. അത് നടത്തി തന്നാൽ പാൽപ്പായസം കഴിക്കാമെന്നാണ്. അപ്പം നടത്തി തന്നില്ലെങ്കിലോ പാൽപ്പായസം ഇല്ല ഭഗവാന്. അത് തന്നെ ഉപചിതമായിട്ടുള്ള ഉപചാരങ്ങൾ ധാരാളം, നേദ്യം ഷോഡശ ഉപചാരങ്ങളോട് കൂടിയിട്ടാണ്. പഞ്ചോപചാരമാണ് സാധാരണ ഒരു ചെറിയ പൂജയ്ക്കൊക്കെ. അതൊന്നുമല്ല, ഷോഡശ ഉപചാരങ്ങളോടുള്ള പൂജയാണ്. നേദ്യങ്ങൾ തന്നെ അതിൽ കുറേ ഉണ്ടാവും. അങ്ങനെ ചെയ്താലും ഭഗവാൻ ന അതിപ്രസീദതി, ഒരാഗ്രഹവും ഇല്ലാണ്ട് എനിക്ക് ഭഗവാൻ മതി, ഒരാഗ്രഹമുള്ളൂ, ഭഗവാനെയാണ് വേണ്ടത്, എനിക്ക് വേറെ ഒന്നും വേണ്ട. വെറുതെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നോണയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതൊക്കെ അവിടെ പിടിക്കും. ആത്മാർത്ഥമായിട്ട് ആ രീതിയിൽ വിശ്വസിച്ച് ഭഗവാനെ പോയി ആശ്രയിക്കാൻ സാധിച്ചാൽ അവരോട് പ്രസാദിക്കുന്ന അത്രയും ഭഗവാൻ മറ്റവരോട് പ്രസാദിക്കില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് ഭാഗവതത്തിലെ വേറൊരു രംഗം പറഞ്ഞുതരാം. അത് ചെറിയ ഒരു കാര്യമാണെങ്കിലും വലിയൊരു കാര്യമാണ്. അതിൽ ഈ തൃതീയ സ്കന്ധത്തിലാണ് ഇതുള്ളത്. അതിൽ പ്രചേതസ്സുകളുടെ കഥയുണ്ട്. പ്രചേതസ്സുകൾ, അപ്പോൾ കഥയൊന്നും ഞാൻ പറയുന്നില്ല. പ്രചേതസ്സുകൾ തപസ് ചെയ്തിട്ട് അതിലൊരു തപസ്സിൻ്റെ പ്രത്യേകതയുണ്ട്. ശിവൻ ഉപദേശിച്ചു കൊടുത്തതാണ്. ശിവൻ ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ്. ശിവൻ ഉപദേശിച്ചു കൊടുത്ത വിഷ്ണു മന്ത്രം ഉപയോഗിച്ച് വിഷ്ണുവിനെ ആരാധിച്ചു ഭഗവാൻ പ്രത്യക്ഷമായി. എവിടെയാണെന്നറിയോ? ഗുരുവായൂർ തീർത്ഥങ്ങളാണെന്നാണ് പറയണേ. അത് രുദ്രതീർത്ഥം അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഉപദേശിച്ചു കൊടുത്ത ആ മന്ത്രം ഉപയോഗിച്ച് അവർ തപസ് ചെയ്തിട്ട് ഭഗവാൻ പ്രത്യക്ഷമായി അനുഗ്രഹിക്കണമൊക്കെ ഉണ്ട്. അപ്പം അതിലും വലുത് എന്താ കിട്ടാനുള്ളത്? ഇല്ല. അത് കഴിഞ്ഞ് അവർ കയറി ഇങ്ങോട്ട് പോന്നപ്പോൾ നാരദർക്ക് തോന്നി ഇവരൊന്നും കൂടി നേരെയാക്കി എടുക്കാനുണ്ട്. കാരണം അവർ കാര്യം ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയെന്നുണ്ടെങ്കിലും ഒരു അഹങ്കാരമൊക്കെ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്ത് ചെയ്തു? വഴിയിൽ നാരദർ വന്നു. നാരദർ വന്നിട്ട് ഒരു ഭക്തി ഉപദേശിക്കലുണ്ട്. കുറച്ച് ശ്ലോകമേ ഉള്ളൂ കേട്ടോ, ഒരു 5-8 ശ്ലോകമേ ഉള്ളൂ. അതൊക്കെ ഇരുന്ന് പഠിക്കണം. അത് ആ മൂന്നാമത്തെ സ്കന്ധം അവസാനിക്കുന്നത് ആ ഭാഗത്തോടുകൂടി, അവസാനത്തെ അധ്യായത്തിൽ. അപ്പോൾ അതിൽ പറയണ ഒരു ശ്ലോകമുണ്ട്. നാരദരൊരു 3 പോയിൻ്റ് പ്രോഗ്രാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. പഠിക്കുക നമുക്കത്. പോയിൻ്റ് നമ്പർ 1 കേട്ടോ. ദയയാ സർവഭൂതാനാം. ആദ്യം പറഞ്ഞത് ഭഗവാനെ വേഗം കിട്ടാൻ വേണ്ടിയിട്ടുള്ള 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിൽ ആദ്യത്തെ ദയയാ സർവഭൂതാനാം, എല്ലാവരോടും ദയ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറം കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? സ്നേഹം ഉണ്ടാവണം. എന്നിലെ ഭഗവാനും നിന്നിലെ ഭഗവാനും ഒരാളാണെന്നുള്ള ജ്ഞാനം ഉണ്ടാവണം. അതുണ്ടാവണം. അതൊക്കെ ഇപ്പോൾ ഭഗവാൻ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറഞ്ഞില്ല. ദയയാ സർവഭൂതാനാം. പിന്നൊരു കാര്യം പറഞ്ഞു. ഇതിപ്പോൾ വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. നമ്മൾ കുറേ പേരൊക്കെ ചെയ്യണത് തന്നെയാണ്.
പിന്നെ പറഞ്ഞെന്താ അറിയോ, സന്തുഷ്ടിയായ ഏനകേനവ, എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതുകൊണ്ട് സന്തോഷിക്കാൻ പഠിക്കണം. പോരാ പോരാ, ഇനി വേണം ഇനി വേണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം, അങ്ങനെ വേണം, അടുത്ത വീട്ടിലെ ആൾക്ക് കാറുണ്ട് എനിക്കും വേണം കാറ്, അങ്ങനെയുള്ള ദുരാഗ്രഹം ഇല്ലാണ്ടിരിക്കുക. അതാണ് സന്തുഷ്ടിയായ ഏനകേനവ. എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതുകൊണ്ട് തൃപ്തിപ്പെടുക. അതാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. ഇനി മൂന്നാമത് പറഞ്ഞത് ഇത്തിരി കൂടി കിടപ്പാട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സ്റ്റെപ്പായിട്ടേ പോകാൻ പറ്റുള്ളൂ. എന്താ മൂന്നാമത് പറഞ്ഞതെന്നറിയോ? സർവേന്ദ്രിയോ ഉപശാന്തിയാച്ച, എല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മുടെ വശത്താക്കണം. എന്താ, മനസ്സിനെ അടക്കം നമ്മുടെ വശത്താക്കണം. അങ്ങോട്ട് നോക്കരുതെന്ന് വിചാരിച്ചാൽ നോക്കരുത്, കണ്ണടച്ചിരിക്കാൻ പറ്റണം. കേൾക്കരുതെന്ന് വെച്ചാൽ കേൾക്കാണ്ടിരിക്കാൻ പറ്റണം. അപ്പോൾ മനസ്സ് പറയണത് നമ്മളോടരുത്, നമ്മൾ പറയണത് മനസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. മനസ്സിൻ്റെ പപ്പറ്റാവരുത് നമ്മൾ. അത് സാധിക്കണം എന്നാണ് പറഞ്ഞത്. എളുപ്പമല്ല കേട്ടോ, എന്നാലും പരിശ്രമിച്ചാൽ സാധിക്കും. മനസ്സിലായില്ല? അപ്പോൾ മനോ യസ്യ വശേ തസ്യ, ഈ ജഗത്ത് ആരുടെ വശത്താണോ അയാളുടെ മനസ്സ്, ഈ ജഗത്ത് മുഴുവനും അവൻ്റെ വശത്താവുന്ന ശാസ്ത്രം പറയണത്. സാധിക്കും അത്. അതല്ലേ ഈ മുനിമാർക്കൊക്കെ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഉപദേശിച്ചത്. അങ്ങനെ ആയാലോ തുഷ്യത്യ ആശു ജനാർദ്ദനൻ ഭഗവാൻ ആശു പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ തുഷ്യതി സന്തോഷിക്കും എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടെയും പറഞ്ഞത്. ഞാൻ ആ ശ്ലോകത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ സുരഗണങ്ങൾ ദേവന്മാരായാൽ പോരും, എല്ലാ ഉപചാരങ്ങളോടുകൂടി ചെയ്താൽ പോരും, ഒരിക്കലും അതില്ലാതെ ഒരു നിഷ്കാമമായിട്ട് ചെന്ന് പറയുന്ന ഒരു ഭക്തനോട് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഭഗവാൻ ഈ പ്രകൃതിയിൽ നമുക്ക് വേണ്ടതെല്ലാം തന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് മാത്രമല്ലേ ഈ ദുരാഗ്രഹങ്ങളുള്ളൂ? ഈ മൃഗങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട് ഇല്ലേ? ഇപ്പോൾ വീട്ടിലെ കാലത്ത് ഞാനിങ്ങനെ ചിന്തിക്കാതെ കണ്ടിട്ട്, വൈഫ് എല്ലാ ദിവസവും ഈ ഒരു പാത്രത്തിൽ കുറച്ച് ചോറോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ദോശ ഉണ്ടാക്കിയ ദോശ പൊട്ടിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഈ കാക്കയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്, കാക്കയൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ അവിടെ വരണ പ്രധാന ജീവി അണ്ണാനാണ്. അപ്പോൾ ഈ അണ്ണാൻ വന്നിട്ട് അത് തിന്നും. ചിലപ്പോൾ കുറേ അണ്ണന്മാർ വരും, തല്ലു കൂടും. ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതിങ്ങനെ കഴിച്ച് ചിലപ്പോൾ കഴിയുമ്പോൾ വൈഫ് ചിലപ്പോൾ എങ്ങനെയെങ്കിലും ഇപ്പോൾ അമ്പലത്തിൽ പോയി കയറ്റായിരിക്കും. ഇപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നറിയോ, അവർ രണ്ടാമത് വരും. രണ്ടാമത് വന്ന് അവിടെയൊക്കെ നോക്കും, കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. കണ്ടില്ലെങ്കിലോ അത് പോവും. അതിപ്പോൾ ഇവിടുത്തെ വിചാരിച്ചിട്ടൊന്നുമല്ല ജീവിച്ചേക്കുന്നത്. വിജയമേനോൻ്റെ അരിമണി ചോറുമണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല അവരിയ്ക്കുന്നത്. അവിടെ തന്നാൽ ഞങ്ങൾ കഴിക്കും, ഇല്ലെങ്കിൽ ഇല്ല, അവർ പോയി. മനസ്സിലായില്ലേ? അപ്പോൾ സന്തുഷ്ടിയായ ഏനകേനവ എന്നൊക്കെ കണ്ടുപിടിക്കണം. ഈ മൃഗങ്ങൾ മുഴുവൻ ഇങ്ങനെയല്ലേ, പക്ഷികൾ മുഴുവൻ അങ്ങനെയല്ലേ അല്ലേ? മനുഷ്യൻ മാത്രം അങ്ങനെയല്ല. ആലോചിച്ച് നോക്കും. വിശേഷബുദ്ധി കൊടുത്തത് അബ്ധായം എന്നിപ്പോൾ ബ്രഹ്മാവ് വിചാരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ ചിന്തയൊക്കെ വരുന്നത്. അപ്പോൾ അത് പാടില്ല. അപ്പോൾ അത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം. അതാണ് അതിൽ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം. അങ്ങനെയാണ് ഇത് ഭാഗവതത്തിൽ ഉടനീളം കാണുന്ന ഒരു സന്ദേശമാട്ടോ. പ്രഹ്ലാദൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കുന്ന അതിൽ പറയുന്നുണ്ട് ഈ രീതിയിൽ. എന്താ പറയണേ, അതിലും പറയുന്നുണ്ട്, ഭക്തി ഉപദേശിക്കുകയാണ് തൻ്റെ സഹപാഠികൾക്ക്. അത് കഴിഞ്ഞിട്ട് പറയാണ്, തസ്മാ സർവേഷു ഭൂതേഷു ദയാം കുരുത സൗഹൃദം എന്നാണ് ഉപദേശിക്കുന്നത്. പ്രഹ്ലാദൻ പറഞ്ഞു കൊടുത്തതാണ്. എല്ലാ ജീവികളോടും ദയ ഉണ്ടാക്കണം, സുഹൃത് ഭാവവും ഉണ്ടാവണം. ആസുരം ഭാവം ഉന്മുച്യ, അസുര കുട്ടികളല്ലേ ഇവർ. അപ്പം നിങ്ങളുടെയൊക്കെ ഈ ജന്മന കിട്ടിയിട്ടുള്ള ആസുരഭാവം ഉണ്ടല്ലോ, ഉന്മുച്യ വലിച്ചെറിഞ്ഞ് ദൂരെ കളയും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആയാൽ യയാ തുഷ്യത്യധോക്ഷജ, ഭഗവാൻ വേഗം സന്തോഷിക്കും നിങ്ങളോട് എന്ന് ആ ഭക്തിയുടെ മഹിമയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവസാനം പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ, അപ്പോൾ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, അങ്ങനെ ഭഗവാൻ സന്തോഷിച്ചാൽ എന്താ ഗുണം എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ മറുപടി പറഞ്ഞതാണ് അതിലും രസായേ, തുഷ്ടേച തത്ര കിമലഭ്യം അനന്താദ്യേ. തുഷ്ടേച തത്ര, ഭഗവാൻ സന്തോഷിച്ചു എന്ന് പറഞ്ഞാൽ കിം അലഭ്യം,
പിന്നെ എന്താ കിട്ടാണ്ടിരിക്കുക എന്ന് ചോദിച്ചത്. പിന്നെ എന്താ കിട്ടാണ്ടിരിക്കുക എന്നാണ് പ്രഹ്ലാദൻ ചോദിക്കുന്നത്. അപ്പോൾ ആ ഭഗവാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അസാധ്യമായിട്ടില്ല, അലഭ്യമായിട്ടുമില്ല. നമുക്ക് എന്നും സന്തോഷമായിരിക്കും എന്നൊരു സന്ദേശമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു ശ്ലോകമാണ്. ഒന്ന് ചൊല്ലാം അല്ലേ? ഞാനൊന്ന് ചൊല്ലി തരട്ടെ. നാദി പ്രസീദതി തഥോപചിതോപചാരൈ ആരാധിത സുരഗണൈ ഹൃദി ബദ്ധകാമൈ യത്സർവഭൂതദയയാ അസദലഭ്യൈകോ നാനാജനേഷ്വവഹിത സുഹൃദന്തരാത്മാ. ആ ഋഷിമാരുടെ വാക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാനെക്കുറിച്ച് ആ 4 വിശേഷണമൊക്കെ കൊടുത്തതേ. 13ാമത്തെ ശ്ലോകമാണ് നമ്മുടെ ടാർഗറ്റ്, അവസാനത്തെയാണ്. ഒരു വിധം ഭഗവാനോട് എത്തിച്ചല്ലേ നമ്മുടെ ഭാഗ്യം. എന്താവട്ടെ, അപ്പോൾ നോക്കാം. പുംസാമതോ വിവിധ കർമ്മഭിരധ്വരാദ്യൈ ദാനേന ചോഗ്രതപസാ വ്രതചര്യയാ ച ആരാധനം ഭഗവതസ്തവ സത്ക്രിയാർത്ഥോ ധർമ്മോർപ്പിത കർഹിചിത് ധ്രിയതേ. കർഹിചിത് എന്ന് നിർത്തുകയാണെങ്കിൽ ഹ്രിയതേ എന്നേ പറയാൻ പാടുള്ളൂ. ഒന്നിച്ച് ചെല്ലിയാൽ ധ്രി എന്ന് പറയാം. കർഹിചിത് ധ്രിയതേ നയത്ര എന്നാണ് ആ ശ്ലോകം. അതിൽ എന്താ പറയണേ, നേരത്തെ പറഞ്ഞല്ലോ, നിഷ്കാമ ഭക്തിയാണ് ഭഗവാൻ കൂടുതൽ സ്വീകരിക്കുക സകാമ ഭക്തിയേക്കാളെന്ന് പറഞ്ഞു. അത പുംസാം, പുംസാമതോ എന്ന് പറഞ്ഞില്ലേ. അപ്പം അത് കാരണം പുംസാം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യണു? ഭഗവാനെ ആരാധിക്കണോ. എന്തുകൊണ്ടൊക്കെ ആരാധിക്കണേ? അധ്വരാദ്യൈഹി. അധ്വരം എന്ന് പറഞ്ഞാൽ യാഗം, യജ്ഞമൊക്കെ നടത്തില്ലേ, ആ യാഗവും യജ്ഞമൊക്കെയാണ്. വിവിധ കർമ്മഭിഹി, അതുപോലെയുള്ള പലതും, പൂജ, നാമജപം, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അത് യജ്ഞം എന്നാണ് ഇതിനെല്ലാത്തിനും കൂടി കോമൺ ആയിട്ട് പറയാം. യജ്ഞം. ദാനേനച, ദാനം കൊണ്ട്. ദാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കയ്യിലുള്ളത് കൈയഴിഞ്ഞ് വേണ്ടവർക്ക് കൊടുക്കുക. ഇത് നമ്മൾ എൻ്റെ എന്ന് പറഞ്ഞ് വച്ചുകൊണ്ടിരിക്കണതൊന്നും എൻ്റെ അല്ല, വേറെയുള്ള ആൾക്കാരുടെയാണ് അല്ലേ? അത് നാരദർ വേറൊരു അവസരത്തിൽ പറയുന്നുണ്ട് അതിനെപ്പറ്റി. ഈ ശ്ലോകം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. ദാനേനച ഉഗ്രതപസ, തപസ്സുകൊണ്ട്, കഠിനമായിട്ടുള്ള തപസ്സുകൊണ്ട്. ഇപ്പം 3 കാര്യങ്ങൾ പറഞ്ഞു: യജ്ഞം, ദാനം, തപസ്. 3 മഹാപുണ്യകർമ്മങ്ങളാണിത്. ഇതെല്ലാം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മനസ്സിലാക്കിയിട്ട് അനുഷ്ഠാനത്തോടു കൂടി ചെയ്താൽ പുണ്യമാണ്, യാതൊരു സംശയമില്ല. പിന്നെ വ്രതചര്യയാച്ച, വ്രതങ്ങൾ, ഏകാദശി വ്രതം, അങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ നമ്മൾ എടുക്കുമല്ലോ, ഷഷ്ഠി വ്രതം, അതൊക്കെ. ഈ വ്രതചര്യയാച്ച എന്ന് പറഞ്ഞു. ഭഗവതഃ തവ ആരാധനം ഭഗവതസ്തവ, അങ്ങയെ ആടെ ആരാധനം, ഉപാസന എന്നർത്ഥം. സത്ക്രിയാർത്ഥ, അതിന് ഉത്തമമായിട്ടുള്ള ഒരു ക്രിയാഫലം കിട്ടും, അതിനുള്ള ഒരു പുണ്യഫലം കിട്ടും എന്ന് പറയാണ്. യത്ര അർപ്പിത, ഭഗവാനിൽ ഈ വിധത്തിൽ അർപ്പിക്കപ്പെടുന്നത് ഒന്നും കർഹിജിത്, ഒരിക്കലും ന ഹ്രിയതയെ, പാഴാവില്ല എന്നർത്ഥം. ഭഗവാനെ നമ്മൾ നിഷ്കാമ ഭക്തിയോട് കൂടിയിട്ട് വിളിച്ചാൽ അല്ലെങ്കിൽ അർപ്പിച്ചാൽ ഒരിക്കലും അത് പാഴാവില്ല. അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള ഒരു പ്രാർത്ഥനയുടെയും ആവശ്യം ഇല്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആ ശ്ലോകമാണ് അതിൽ ഇന്ന് എടുക്കാം എന്ന് തീരുമാനിച്ചിട്ടുള്ള അവസാനത്തെ ശ്ലോകം. ഞാനതൊന്നുകൂടിയും ചെല്ലാം. പുംസാമതോ വിവിധ കർമ്മഭിരധ്വരാദ്യൈ ദാനേന ചോഗ്രതപസാ വ്രതചര്യയാ ച
ആരാധനം ഭഗവതസ്തവ സത്ക്രിയാർത്ഥോ ധർമ്മോർപ്പിത കർഹിച്ചിത് ഹ്രിയതേ നയത്ര. ഒരിക്കലും അത് പാഴാവില്ല എന്നാണ് പറയുന്നത്. ഭഗവാന് നമ്മൾ വേണ്ടിയിട്ടുള്ള സമർപ്പണമായിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. എന്തൊക്കെ? യജ്ഞമായാലും ദാനമായാലും. വീട്ടിലെ ഒരു ഭിക്ഷ ചോദിച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് ഭഗവാനാണ് വന്നിട്ടുള്ളത്, ഭഗവാന് സമർപ്പിക്കണമെന്നുള്ള ഭാവത്തിൽ വേണം ചെയ്യാൻ. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ തന്നെ നമ്മൾ പോയിട്ട് സമർപ്പണം ഇടുമ്പോൾ എന്താ നമ്മുടെ ഭാവം വേണ്ടത്? ഭാവം എന്താ വേണ്ടത്? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ ധനത്തിൻ്റെ ഒരു ഭാഗം ഞാനിതാ അങ്ങേക്ക് തരുന്നു എന്നുള്ള ഭാവമാണോ? അതല്ല വേണ്ടത്. എന്താ? ഭഗവാന്റെ കാശാണ് നമ്മൾ കൊടുക്കണേ, ഭഗവാന്റെ ധനമാണ് കൊടുക്കണേ അല്ലേ? ഭഗവാന്റെ ധനമാണ് അത്. ഭഗവാൻ കുറച്ച് കാലം എൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ വെച്ചു എന്നേ ഉള്ളൂ, അത് ഞാനിതാ തരുന്നു എന്നുള്ള അർത്ഥം പറയുന്നു. ത്വദീയം വസ്തു ഗോവിന്ദ തുഭ്യമേവ സമർപ്പയേ. അങ്ങയുടെ പണം അങ്ങേക്ക് തന്നെ തരണം എന്നുള്ള ഭാവത്തിൽ വേണം നമ്മൾ അവിടെയും ചെയ്യാൻ. അപ്പോൾ എല്ലാം ഈശ്വര അർപ്പണമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ കർമ്മം ഒരു കർമ്മയോഗത്തിൻ്റെ ഫലം ചെയ്യും. അതാണ് ഇവിടെ യജ്ഞം, ദാനം, തപസ്, ഇത് മൂന്നും ആ ഒരു ഭാവത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതോട് കൂടിയിട്ട് അവിടെ ആവുകയാണ്. അപ്പോൾ നമ്മളിതിൽ പ്രധാനമായിട്ട് പഠിച്ചത് ഭഗവാൻ ആരാണ്, ഭഗവാനെ എങ്ങനെയാണ് നമുക്ക് കിട്ടിയാൽ പോരാ, നമ്മളത് ഭഗവാനെ അനുഭവിക്കുക എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ട തടസ്സമായിട്ടുള്ളത് ഒന്ന് ഭേദഭാവന. ഞാൻ വേറെ, നീ വേറെ, മറ്റൊന്ന് വേറെ എന്നുള്ള തോന്നൽ പാടില്ല. എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് ഒരാളാണ്, എല്ലാത്തിലും കുടികൊള്ളുന്നത് ഒരേ ശക്തിയാണ്, എന്നിലും നിന്നിലും. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഭേദം ഇല്ല എന്നുള്ള ആ ഭേദ ചിന്ത ഇല്ലായ. പിന്നെയോ ശാസ്ത്രം കുറേ പഠിച്ചുകൊണ്ടോ ഒരു സകാമമായിട്ടോ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഭേദഭാവന വരില്ല. അതാണ് അതിന് വേണ്ടത്. എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിക്കുന്നു എന്നുള്ള ഭാവത്തിൽ വേണം അതെല്ലാം ചെയ്യാൻ. എല്ലാ സർവഭൂതങ്ങളോടും നമുക്ക് ദയ വേണം എന്നുള്ളതാണ്. എന്നിട്ട് നിഷ്കാമമായിട്ടുള്ള ഒരു ഭക്തിയാണ് പുലർത്തേണ്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു സന്ദേശം എന്ന് അതിൻ്റെ ഒരു സമാപനത്തോടു കൂടിയിട്ട് പറയാൻ സാധിക്കും. ഒരു